ആദ്യമായി രവിവർമ്മൻ വന്ന് കാറിൽ കയറിപ്പോയി. ഇപ്പതേ ആ മൊട്ട രാജാറാം വന്ന് കാറിൽ കയറിപ്പോകും. ആ രവിവർമ്മൻ എവിടെ പോയതായിരിക്കും? ഇനി ആ കാമുകി തട്ടിപ്പോകുമെന്ന വിഷമത്തിൽ രവിവർമ്മൻ മുതലാളി വല്ല ആറ്റിൽ ചാടി ചാവാൻ പോയതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരിയമ്മേ, അമ്മയും സാറും തിരികെ വന്നിട്ടില്ല. മണ്ഡപത്തിൽ വെച്ച ശ്രീലക്ഷ്മി മാഡത്തിന് കുട്ടിയകത്തേക്ക് പോയിക്കോളൂ. ഓം സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഈശ്വരിയമ്മയുടെ അനുഗ്രഹം വേണ്ടത് അവിടെ മംഗളകർമ്മം നടക്കുന്നിടത്ത്. ദൈവാത്മാക്കളുടെ ആശീർവാദം പ്രേതാത്മാവായ എനിക്ക് ആവശ്യമില്ല. അറിയാം. എന്നാൽ നിന്റെ വർഷങ്ങളായുള്ള ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് തടസ്സം വന്നിരിക്കുന്നു രാജനന്ദിനി. വർഷങ്ങളായി പ്രണയസാഫല്യത്തിനായി കാത്തിരുന്ന നിനക്ക് പരകായ പ്രവേശനത്തിനുള്ള സമയമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും നീ ഗതി കിട്ടാതെ അലയുന്ന ദുരാത്മാവിന് സമമായി തീരും. വിധിയെ തോൽപ്പിക്കാൻ ബന്ധനങ്ങളുടെ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരിക. ചെല്ല്. ഔഷധം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തടയാൻ കഴിയാത്ത വിധിയെ ചെറുത്തു തോൽപ്പിക്ക്. ഇതതിനുള്ള സമയമാണ്. നിനക്ക് മാത്രം സാധ്യമാവുന്ന ഒന്ന്. രവിയോടുള്ള എന്റെ പ്രണയം ശുദ്ധാത്മാവായ ശ്രീലക്ഷ്മിയിലൂടെ സബലീകരിച്ച് എന്റെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. രവിയും ശ്രീലക്ഷ്മിയും ഒത്തുചേരുന്ന ആ ശുഭമുഹൂർത്തത്തിൽ എന്റെ ആത്മാവ് ഇഹലോകം വെടിഞ്ഞു പോയിരിക്കണം. എന്റെ പ്രണയ സാക്ഷാത്കാരത്തിന്റെ പൂർണ്ണതയിൽ സ്വയം അലിഞ്ഞ് പൂർണ്ണ തൃപ്തിയോടെ പരലോകത്ത് ലയിക്കണം. അതിന് തടസ്സമാകാൻ ഒരു ശക്തിക്കും കഴിയില്ല. കഴിയും. ഇന്ന് ത്രികാലസന്ധ്യയോടെ ശ്രീലക്ഷ്മിയും രാജനന്ദിനിക്ക് തുല്യായി മാറിക്കഴിയും. മറ്റൊരു രാജനന്ദിനിയായി ശ്രീലക്ഷ്മിയും ഗതികിട്ടാത്ത ആത്മാവായി അലയും. ആ ആത്മാവിന് കൂട്ടായി നീ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നിന്റെ രവിയുമുണ്ടാകും. ആത്മാവ് ഒന്ന് എന്നുള്ളത് മൂന്നായി മാറും.
ശ്രീലക്ഷ്മി എന്ന ശുദ്ധാത്മാവിനായി നീ നീണ്ട 20 വർഷം കാത്തിരുന്നത് വൃഥാവിലാവൂ. അഗ്നിസാക്ഷിയായി രവി ശ്രീലക്ഷ്മിയെ താലി ചാർത്തിയപ്പോൾ തന്നെ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അത്യുന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന അവരുടെ സന്തോഷം മതിയാവോളം കണ്ടിട്ടാണ് ഞാൻ മടങ്ങിയത്. ഇനി മോക്ഷത്തിലേക്കുള്ള എന്റെ ശാന്തമായ തിരിച്ചുപോക്കാണ്. തെറ്റ്. പോകുന്നതിനു മുമ്പ് അവസാനമായി ഒന്നുകൂടി നീ ചെയ്യേണ്ടതുണ്ട്. നിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മാത്രമല്ല, ശ്രീലക്ഷ്മിയുടെ സ്വപ്ന ജീവിതത്തിനും കൂടി രാജനന്ദിനിയുടെ ചൈതന്യം കൂടിയേ കഴിയൂ. ശ്രീലക്ഷ്മിയിൽ നിന്നും ആത്മാവ് വെടിയുന്നതിനു മുൻപ്, അതായത് സൂര്യാസ്തമയ ആരംഭത്തിനു മുൻപ് നീ അവിടെ ചെന്നെത്തുകയും ശ്രീലക്ഷ്മിയുടെ ജീവൻ നിലനിർത്തുകയും വേണം. അവളുടെ ജീവൻ ആപത്തുണ്ടായാൽ അത് രവി എന്ന നിന്റെ ഭർത്താവിന്റെയും ജീവത്യാഗത്തിന് കാരണമാവും. അങ്ങനെ വന്നാൽ നിന്റെ സ്വപ്നങ്ങൾ സ്വപ്നമായി തന്നെ അവശേഷിക്കും. പിന്നീടൊരിക്കലും രാജനന്ദിനിയുടെ ഈ ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ ജീവൻ നിലനിർത്തണം. ഇതായിരിക്കണം നീ ചെയ്യേണ്ട യഥാർത്ഥ കർമ്മം. നിന്നിലുള്ള മുഴുവൻ ശക്തിയും പുറത്തെടുക്കേണ്ട സമയം ഇതാണ്. നീ ഒരിക്കലും സ്വാർത്ഥയാകരുത്. മോനെ, രവിയും രാജാറാമും നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. രവി സാർ എവിടെയുണ്ടെന്ന് അറിയാമോ? ചേട്ടായി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്നാണ് രാജാറാം പറഞ്ഞത്. ചേട്ടായിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല ശ്രീലക്ഷ്മി. എന്റെ പ്രതീക്ഷയാണ് നീ. എന്റെ പ്രണയത്തിന് ജീവൻ പകർന്നു തരേണ്ടവളാണ് നീ. എന്റെ രവിയുടെ ജീവിതത്തിന് ഇരുട്ടിൽ നിന്നും വെളിച്ചം നൽകിയവളാണ് നീ. ഞാൻ തന്നെയാണ് നീ. എന്റെ പ്രണയത്തിന്റെ പ്രതിരൂപമാണ് നീ. എന്റെ പ്രണയം എന്നെന്നും നിലനിൽക്കാനും എന്റെ രവി എന്നും സന്തോഷത്തോടെ ഇരിക്കാനും നീ ജീവനോടെ ഉണ്ടാവണം. അതിന് ഞാൻ എന്ത് ചെയ്യണം?
സർ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ആ മെഡിസിൻ കിട്ടി നിങ്ങൾക്ക്. സിറ്റുവേഷൻ മോശമാണ്. വേഗം ആവട്ടെ. അതിനെടുക്ക വേഗം. കംപ്ലീറ്റ് ആയി നിലച്ചുപോയ പൾസ് റേറ്റ് വീണ്ടും നോർമലായി വരികയാണ്. സിസ്റ്റർ, വേഗം. ഡോക്ടർ, പേഷ്യന്റ് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. സിസ്റ്റർ,
ഡോക്ടേഴ്സ് എല്ലാം ധൃതിയിൽ അകത്തേക്ക് പോയെന്തിനാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കണ്ട സാർ, പെട്ടെന്ന് പൾസ് റേറ്റ് കൂടി. ശ്രീലക്ഷ്മി മാഡം ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. എന്റെ കരിക്കൂത്തിമ്മേ, നീ എന്റെ വിളി കേട്ടു. ശ്രീലച്ച, ഗോപി, ഗോപി സാർ, രവി സാർ വന്നിട്ട് ഇങ്ങോട്ട് പോയി. വന്നപാടെ മുകളിലേക്ക് പോയി സാർ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടത്തില്ല സാർ. ആ. രവി, രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇപ്പൊ തളരേണ്ട സമയമല്ല രവി. ശ്രീലക്ഷ്മിയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഈ സമയത്ത് നീ ഇങ്ങനെ കാണിച്ച ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യും? രവി, രവി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ അവിവേകമൊന്നും കാട്ടരുത് രവി. അവസാന നിമിഷം വരെ പോരാടുന്നവനാണെന്ന് നീ എപ്പോഴും ഞങ്ങളോട് പറയാറില്ലേ? ശ്രീലക്ഷ്മി പറഞ്ഞത് പെട്ടെന്ന് നീ അങ്ങ് മറന്നോ? എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ശ്രീലക്ഷ്മിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയാണോ? രവിചന്ദ്രവർമ്മനെ ചേർന്ന കാര്യമല്ല നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് രവി. രവി, രവി വാതിൽ തുറക്ക്, രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. മോനെ രഘു, നീ രവിയെ ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചേട്ടായുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണമ്മേ. ഒരു കാര്യം ചെയ്യാം, ഞാനേ രാജാറാമിനെ വിളിക്കാം. രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ, വാതിൽ തുറക്ക്. രവി, രവി രഘു സാറ് ഫോൺ ചെയ്യുന്നു. അമ്മ ഇപ്പൊ നിന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. ഒരു തവണ നീ അവരെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്.